വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ വിജ്ഞാപനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വിജ്ഞാപന തീയതി 1/9/2025. ആപ്ലിക്കേഷൻ ലഭിക്കാനുള്ള അവസാന തീയതി 30/9/2025. ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രൈമറി ടീച്ചർ PRT തസ്തികയിൽ നിലവിലുള്ള 11 ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചയയോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട വിദ്യാർത്ഥിയിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.kdrb.kerala.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പറും വർഷവും 60/2025. തസ്തികയുടെ പേര് പ്രൈമറി ടീച്ചർ PRT. ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം. ശമ്പള സ്കെയില് 35,600 മുതൽ 75,400 വരെ. യോഗ്യതകൾ: വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 50% മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷാ വിജയം. എലിമെന്ററി വിദ്യാഭ്യാസത്തിൽ ദ്വിവത്സര ഡിപ്ലോമയുടെ അല്ലെങ്കിൽ 4 വർഷത്തെ ബിരുദത്തിന്റെ BEL.Ed. എഡ്യൂക്കേഷനിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ദ്വിവത്സര ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയം അല്ലെങ്കിൽ കുറഞ്ഞത് 45% മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷാ വിജയം. NCTE റെഗുലേഷൻസ് 2002 അനുസരിച്ചുള്ള എലിമെന്ററി വിദ്യാഭ്യാസത്തിലുള്ള ദ്വിവത്സര ഡിപ്ലോമയും അവസാന വർഷ പരീക്ഷാ വിജയം അല്ലെങ്കിൽ ബിരുദവും. എലിമെന്ററി വിദ്യാഭ്യാസത്തിൽ ദ്വിവത്സര ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയം. 2. NCTEയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി കേരള സർക്കാർ നടത്തുന്ന ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് TET പേപ്പർ 1 വിജയിച്ചിരിക്കണം. കുറിപ്പ്: NCTE അംഗീകരിച്ച അധ്യാപന ഡിപ്ലോമ, ഡിഗ്രി കോഴ്സുകൾ മാത്രമേ പരിഗണിക്കുള്ളൂ. ഒഴിവുകളുടെ എണ്ണം 11. നിലവിലുള്ള ഒഴിവുകൾ 11 ആണ്. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 20 മുതൽ 40 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 1/1/2025 2/1/1985 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പരീക്ഷാ ഫീസ് തുകയും അടയ്ക്കേണ്ട രീതിയും 500 രൂപ പരീക്ഷാ ഫീസ്. SC/STക്ക് 250, STക്ക് 250, OBC 500, ജനറൽ EWS 500 രൂപ. കേരള ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ്. EWS റിസർവേഷൻ ഉണ്ട്. 10% EWS റിസർവേഷൻ. അതിൻ്റെ മാനദണ്ഡങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, നോട്ടിഫിക്കേഷനിലുണ്ട്, വായിച്ചു നോക്കുക. അപേക്ഷ അയക്കേണ്ട വിധം: വിദ്യാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.kdrb.kerala.gov.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിന് ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക്
തങ്ങളുടെ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തായിരിക്കണം. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത വിദ്യാർത്ഥികൾക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും വിദ്യാർത്ഥികളുടെ ചുമതലയാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. റിക്രൂട്ട്മെന്റ് ബോർഡുമായിട്ടുള്ള കത്തിടപാടുകളിലും യൂസർ ID പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. ഈ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് ബോർഡിന് മുമ്പാകെ വിജയകരമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ താൽക്കാലികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. അതിനുശേഷം അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുന്നതിനോ അപേക്ഷ പിൻവലിക്കുന്നതിനോ കഴിയുകയില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾക്ക് വിപരീതമായി കാണുന്ന പക്ഷം നിരുപാധികം നിരസിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പരിചയം, വയസ്സ് മുതലായ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പോർട്ടലുകളിൽ ഓൺലൈനിൽ അടയ്ക്കേണ്ടതാണ്. DD ആയോ മണി ഓർഡർ ആയോ ചെല്ലാൻ മുഖാന്തരമോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടയ്ക്കാൻ പാടില്ല. ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30/9/2025 അർദ്ധരാത്രി 12 മണി വരെ. അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം www.kdrb.kerala.gov.in. അവസാന തീയതി വരുന്നത് 30/9/2025 അർദ്ധരാത്രി 12 മണി വരെയാണ്. അതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. Thanks for watching. Thanks for watching my videos. Thanks for watching my channel. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഹൈപ്പ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.